നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ലോക്സഭയിലെ പ്രതിപക്ഷത്ത് ഉള്ള ഏറ്റവും ശക്തരായിട്ടുള്ള എംപിമാരിൽ ഒരാളാണ് ആനന്ദ് ബിധൂരി എന്ന സമാജ്വാദി പാർട്ടിയുടെ അംഗം. ലോക്സഭയിൽ മോദിയുടെ നേർക്ക് വിരൽ ചൂണ്ടി അമിത്ഷായുടെയും മോദിയുടെയും നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് അവരെ തൊലിയുരിച്ചു വിട്ടിരിക്കുകയാണ്. ഇറാന് കൈകൊടുക്കാതെ ഇസ്രയേലുമായി നടത്തുന്ന ഈ പരസ്പര സഹകരണം ഇന്ത്യക്ക് വിനാശമാണ് ഉണ്ടാക്കുന്നത്. ഇന്ത്യയിൽ പാചകവാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് എല്ലാ രീതിയിലും ഇറാൻ വലിയ തോതിലുള്ള സഹായം തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഊർജ മേഖലയിൽ ഇറാൻ നടത്തിവരുന്ന സഹകരണത്തെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. എന്നിട്ടും ആയത്തുള്ള അലി ഖമനിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ BJP അനുഭാവികൾ സോഷ്യൽ മീഡിയയിലും മറ്റും അത് നന്നായി എന്ന രീതിയിൽ ഒക്കെ വാദിക്കുന്നത് എന്ത് മ്ലേച്ഛകരമായിട്ടുള്ള കാര്യമാണ്. ഒരാളുടെ മരണത്തിൽ ഇത്രയധികം ആഹ്ലാദിപ്പും ബെഞ്ചമിൻ നെതന്യാഹുവിനെ സ്തുതി പാടുന്നവർ മനസ്സിലാക്കേണ്ടത് അയാൾ ഒരു ക്രിമിനലാണ്. ഏറ്റവും വലിയ ടെററിസ്റ്റ് നെതന്യാഹുവാണ്. ഈ ലോകത്ത് നെതന്യാഹുവിനെയും അമേരിക്കയുടെ ഈ പെൻറ്റഗണിലെ വലിയ തോതിലുള്ള കിരാത നടപടികൾ നടത്തുന്ന ബുദ്ധി കേന്ദ്രങ്ങളെ ടെററിസ്റ്റുകൾ എന്നല്ലാതെ മറ്റെന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്ന ചോദ്യമാണ് കൃത്യമായും ആനന്ദ് ബിധൂരിയ എടുത്തു പറയുന്നത്. ഇറാൻ അവരുടെ സംരക്ഷണം ഒരുക്കാൻ വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിന് വേണ്ടിയുള്ള നീക്കങ്ങൾ മാത്രമാണ് നടത്തുന്നത്. ഇറാൻ നടത്തുന്ന പോരാട്ടം അവരുടെ അഭിമാനം സംരക്ഷിക്കാൻ, അവരുടെ ആത്മാഭിമാനം കാത്തു സംരക്ഷിക്കാൻ വേണ്ടി അവർ ജീവൻ മരണ പോരാട്ടം നടത്തുന്നു. അത് ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം. ഇറാൻ്റെ കയ്യിൽ അത്രയധികം സോഴ്സുകളൊന്നുമില്ല എന്ന് ഇസ്രായേലിന് നന്നായി അറിയാം. ചതിപ്രയോഗങ്ങൾ കൊണ്ട് മാത്രം ലോകത്ത് എല്ലായിടത്തും സ്പൈ ഇൻ്റലിജൻസ് ഏജൻസിയും സംഘവും ഒക്കെ ഉള്ള മൊസാദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കാൻ നിരവധി ചാരന്മാർ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. ഇറാൻ എന്ന രാജ്യം 9 കോടിയിലധികം ജനങ്ങളെ അവരെ കൃത്യമായി തീറ്റിപ്പോറ്റുന്ന ഒരു രാജ്യമാണ്. ഇസ്രായേലിനെ പോലെ കുറച്ച് അംഗങ്ങളും ലോകം മുഴുവൻ ഉന്മൂലനം ചെയ്യാനുള്ള മാരക വിഷവുമായി നടക്കുന്ന വിഷം മാത്രം മനസ്സിൽ പുരട്ടിയ ഒരു ഭീകരവാദിയെ പ്രദാനം ചെയ്യുന്ന ഒരു പ്രദേശമല്ല ഇറാൻ. എന്നിട്ട് ആടിനെ പട്ടിയാക്കുകയും പട്ടിയെ പേപ്പട്ടിയാക്കുകയും ചെയ്യുന്നത് പോലെ സാധാരണക്കാരെ, സാധാരണ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നടത്തുന്ന പോരാട്ടങ്ങളെ ഭീകരവാദത്വമെന്നും ടെററിസമെന്നും അതിന് വേണ്ടിയുള്ള കൗണ്ടർ ടെററിസ്റ്റ് അറ്റാക്കുകളാണെന്നും പറഞ്ഞ് ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള നീക്കം, അതിനുവേണ്ടി കുടപിടിക്കാൻ ശ്രമിക്കുന്നത് അങ്ങേയറ്റം അരാജകത്വമാണെന്നും അങ്ങേയറ്റം മ്ലേച്ഛകരമാണ് എന്നും തുറന്നടിച്ചിരിക്കുന്നു. ലോക്സഭയിൽ നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി വളരെ വ്യക്തമായി പറഞ്ഞു, ഇറാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. ചേരിചേരാ നയങ്ങളുടെ ഭാഗമായി ഇന്ത്യ എടുത്തിട്ടുള്ള നിലപാട് എന്താണെന്ന് നമുക്കറിയാം. എന്നിട്ട് എന്തിനാണ് ഇസ്രായേലിന് പോയി ഈ നിർണായക ഘട്ടത്തിൽ പിന്തുണ അറിയിച്ചത്? ആ ബോഡി ലാംഗ്വേജിൽ തന്നെ എല്ലാം വളരെ വ്യക്തമായിരുന്നില്ലേ? ഇത് തെറ്റായിട്ടുള്ള സന്ദേശമേ നൽകുകയുള്ളൂ.